അത് മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പം എല്ലാവരും എല്ലാം ഉഷാറാണല്ലോ. എന്നാൽ ഇന്ന് നമ്മുടെ യുവാക്കൾക്കിടയിലും അതോടൊപ്പം തന്നെ യുവതികൾക്കിടയിലും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ മുഖത്ത് ഉണ്ടാകുന്ന കറുത്ത പാടുകൾ തന്നെയാണ്. കൗമാരപ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മുഖക്കുരു ഉണ്ടാവുകയോ അതല്ലെങ്കിൽ കാര ഉണ്ടാവുകയൊക്കെ തുടർന്ന് നമുക്ക് പലപ്പോഴും അത് പൊട്ടിച്ചു കളയും. അങ്ങനെ പൊട്ടിച്ചു കളയുമ്പോൾ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ എന്ന് പറഞ്ഞാൽ അത് പോകാൻ വളരെയധികം പാടാണ്, ശരിയല്ലേ പറയാം. അതോടൊപ്പം തന്നെ ഒരല്പം പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹോർമോൺ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന കരിമുഖം എന്ന് നമ്മൾ പറയുന്ന പിഗ്മെന്റേഷൻ, ഈ ഒരു പ്രശ്നവും നമുക്ക് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ അതിനുവേണ്ടി നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും പ്രാവർത്തികമാകുന്ന അല്ലെങ്കിൽ നടക്കുന്നത് വളരെയധികം ചുരുക്കമാണ് എന്ന് മാത്രം. എന്തായാലും അതിന് പെർമനന്റ് ആയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ രണ്ടാമത്തെ ചാനലായ ജോബി വയലിങ്കൽ സെക്കൻഡ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള കറുത്ത പാടുകളെയും, അതായത് മുഖക്കുരു കൊണ്ടാണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള എല്ലാ തരത്തിലുള്ള കറുത്ത പാടുകളെയും മാറ്റാൻ പറ്റുന്ന സിമ്പിൾ റെമഡിയാണ്. എന്നാലും അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ കീ ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലിയാണ്. ഫെയർ ആൻഡ് ലവ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ രീതിയിൽ മുഖസൗന്ദര്യത്തിന് ഉപയോഗിക്കുന്നതാണ്. നമ്മളും അതോടെ തന്നെ ഉപയോഗിക്കുന്നു. ഫെയർ ആൻഡ് ലവ്ലി ഒരല്പം നമുക്ക് എടുക്കാം. ഒരല്പം ഫെയർ ആൻഡ് ലവ്ലി നമുക്ക് വേണ്ട. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന നമ്മുടെ സാധാരണ ടൊമാറ്റോ ആണ്, അതായത് നമ്മുടെ തക്കാളി. ഓക്കെ, ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്യാം. സ്ക്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സത്തും അല്ലെങ്കിൽ ആ ഒരു ജ്യൂസ് ശരിക്ക് നമുക്ക് ഈ ഒരു തക്കാളിയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുന്നത്. സ്ക്യൂസ് ചെയ്ത ശേഷം നമുക്ക് സാവധാനം ഇത് കട്ട് ചെയ്തെടുക്കാം. സെൻറ്ററിൽ വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തന്നെ ഇതിൻ്റെ ജ്യൂസ് നമ്മൾ സ്ക്യൂസ് ചെയ്തേക്കുന്നുണ്ട്, ഓൾറെഡി തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതാ 2 പീസുണ്ട്. ഇതിൽ ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം. ആദ്യം തന്നെ ഒരു പീസ് മാത്രം നമുക്ക് എടുക്കാം നമ്മുടെ ആവശ്യത്തിന്. ഈ ഒരു പീസിൽ ഇവിടെ കാണുന്ന ഈ കുരുവോട് കൂടി ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ ശരിക്കും നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ സ്പൂൺ കൊണ്ട് അടർത്തിയെടുക്കാം. സാവധാനം അടർത്തിയെടുക്കാം. ഓക്കെ, ഒരു പോർഷൻ നമ്മൾ മൊത്തമായിട്ടും തന്നെ ശരിക്ക് അടർത്തിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാനുള്ളൂ. ഉപയോഗിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ മുഖത്താക്കി ഇത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് മറ്റൊരു മാർഗം കൂടിയുണ്ട്. അതായത് നമ്മൾ ഈ രണ്ടാമത് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ടൊമാറ്റോ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതാ ഈ ഒരു ടൊമാറ്റോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി തന്നെ ഇതിൻ്റെ അകത്ത് ജ്യൂസ് ഉണ്ട്, നമ്മൾ ആ ജ്യൂസ് കളയേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ തന്നെ ഇതുപോലെ ഒന്ന് ശരിക്കും മുക്കിയ ശേഷം നമ്മുടെ മുഖത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. എന്തായാലും ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ഇപ്പം മുക്കിയ പോലെ ഇതുപോലെ മുക്കിയെടുത്ത ശേഷം നമ്മുടെ മുഖത്തേക്ക് സാധാരണ ഇതുപോലെ സാവധാനം മുഖത്ത് മുഴുവനായിട്ട് ഇതുപോലെ മസാജ് ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരല്പം സോപ്പ് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ വൈറ്റമിൻ ഇ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അതിലല്പം എണ്ണമയം ഉള്ളതുകൊണ്ട് ശരിക്കും ഒരല്പം സോപ്പ് ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പറ്റുമെങ്കിൽ ഇത് എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് നൈറ്റിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതായത് അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ നിങ്ങൾ വെയിലത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നൈറ്റിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ആ ഒരു നൈറ്റ് ചെയ്ത ശേഷം അത്രയും മണിക്കൂർ പിന്നെ നിങ്ങളുടെ മുഖത്ത് ഇത് എല്ലാ ഗുണങ്ങളും നമ്മുടെ മുഖത്തിരിക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണം ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ മുഖത്തെ കറുത്ത പാടുകളും അതോടൊപ്പം തന്നെ പിഗ്മെന്റേഷൻ പ്രോബ്ലവും പിന്നെ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫേസ് മൊത്തത്തിൽ ശരിക്കും ഒരു ഡീപ്ലി ക്ലീൻ ആകുകയും ചെയ്യും എന്നുള്ള കാര്യം ഒരു സംശയമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കാം. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.